ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ അതായത് BEV വിഭാഗത്തിലേക്ക് ഇതാ പുതിയ ES500e ലെക്സസ് എത്തിയിരിക്കുകയാണ്. വിപണിയിൽ എത്തും മുൻപ് തന്നെ വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തുള്ള ലെക്സസ് ഗസ്റ്റ് എക്സ്പീരിയൻസ് സെന്റർ സന്ദർശിച്ച് നിങ്ങൾക്ക് ബുക്കിംഗ് നടത്താം. കൂടുതൽ വിവരങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് lexusindia.com എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം. ലെക്സസ് ES500e AC DC ഫാസ്റ്റ് ചാർജിംഗുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ നഗരയാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും അനുയോജ്യമായ സൗകര്യപ്രദമായ ചാർജിംഗ് ഓപ്ഷനുകളും ഇവ നൽകുന്നുണ്ട്. വാഹനത്തിൽ 2.8 കിലോവാട്ട് പോർട്ടബിൾ ചാർജറും 11 കിലോവാട്ട് ഹോം ചാർജറും ഉണ്ട്. ടോവിംഗ്, ടാക്സി സർവീസ്, റീപാട്രിയേഷൻ, ഓൺ സൈറ്റ് മൊബൈൽ ചാർജിംഗ്, അടുത്തുള്ള ഡീലർഷിപ്പിലേക്കോ ചാർജിംഗ് സ്റ്റേഷനിലേക്കോ ടോവിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന 5 വർഷത്തെ റോഡ് സൈഡ് അസിസ്റ്റൻസ് പാക്കേജും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ പുതിയ ES500e ലെക്സസ് 8 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വാഹന ബാറ്ററി വാറന്റിയിലൂടെ മെച്ചപ്പെട്ട ഉടമസ്ഥത അനുഭവമാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കൂടാതെ കുറഞ്ഞ EMI-കളും ഗ്യാരണ്ടീഡ് ഫ്യൂച്ചർ റെസിഡ്യൂവൽ മൂല്യമുള്ള അഷ്വേർഡ് ബൈബാക്ക് പ്രോഗ്രാമും വാഹനം നൽകുന്നുണ്ട്. കംഫർട്ട്, റിലാക്സ് ഓപ്ഷനുകളുള്ള അതുല്യമായ ലെക്സസ് ലക്ഷറി കെയർ സേവന പാക്കേജുകൾ 3 വർഷം 40,000 കിലോമീറ്റർ, 5 വർഷം 60,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷം 90,000 കിലോമീറ്റർ എന്നിങ്ങനെയാണ് വാഗ്ദാനം ചെയ്തത്. ഷവോമി തങ്ങളുടെ ജനപ്രിയ ഇലക്ട്രിക് വാഹനമായി SU7ന്റെ ന്യൂ ജനറേഷൻ മോഡൽ ചൈനയിൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ഡിസൈൻ കൊണ്ടും പ്രകടനം കൊണ്ടും കണക്റ്റഡ് കാർ, സാങ്കേതിക വിദ്യ, സുരക്ഷ എന്നിവയിൽ തന്നെ വലിയ മാറ്റങ്ങളുമായാണ് ഈ പുതിയ പതിപ്പ് പുറത്തെത്തുന്നത്. പുതിയ SU7 പ്രോ വേരിയന്റിന് 902 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്ന് ഷവോമി അവകാശപ്പെടുന്നുണ്ട്. ഇതിലെ സെൽ ടു ബോഡി ബാറ്ററി സാങ്കേതിക വിദ്യയാണ് ഇത്രയും മികച്ച റേഞ്ച് നൽകാൻ സഹായിക്കുന്നത്. വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 670 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ആവശ്യമായ ചാർജ് ലഭിക്കുമെന്നത് ഈ പുതിയ വാഹനത്തിന്റെ വലിയ പ്രത്യേകത തന്നെയാണ്. ഏകദേശം 12 മിനിറ്റിനുള്ളിൽ 10 മുതൽ 80% വരെ ചാർജിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. വാഹനത്തിന്റെ പ്രകടനത്തിലും ഷവോമി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഹൈപ്പർ എൻജിൻ V6S പ്ലസ് മോട്ടോർ ഉപയോഗിക്കുന്ന വാഹനം വെറും 3.08 സെക്കൻഡിനുള്ളിൽ 0 നിന്നും 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്നുണ്ട്. മണിക്കൂറിൽ 265 കിലോമീറ്ററാണ് പരമാവധി വേഗത. ക്യാബിൻ കമ്പ്യൂട്ടിംഗിനായി സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്പും അസിസ്റ്റന്റ് ഡ്രൈവിംഗിനായി NVIDIA ഡ്രൈവ് AGX Thor ചിപ്പും ഇതിലുണ്ട്. റോഡ് സാഹചര്യങ്ങൾക്കനുസരിച്ച് വാഹനത്തിന്റെ ഉയരവും ദൃഢതയും സ്വയം ക്രമീകരിക്കാൻ കഴിയുന്ന ഷവോമി സ്മാർട്ട് ഷാസി 2.0 സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഴയുള്ളപ്പോൾ ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്ന വെറ്റ് റോഡ് AI ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യയും വാഹനത്തിലുണ്ട്. തടസ്സങ്ങൾ തിരിച്ചറിയാൻ ലിഡാർ, റഡാർ ക്യാമറകൾ, അൾട്രാസോണിക് സെൻസറുകൾ എന്നിവയുൾപ്പെടെ 360 ഡിഗ്രി പെർസ്പെക്ഷൻ സംവിധാനങ്ങളും വാഹനത്തിലുണ്ട്. 9 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ഫീച്ചറായി വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. 2200 MPa കരുത്തുള്ള സ്റ്റീൽ ഉപയോഗിച്ചാണ് വാഹനത്തിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. 3600 mm നീളമുള്ള ആംബിയന്റ് ലൈറ്റിംഗും പുതിയ ഡിസൈനിലുള്ള സീറ്റുകളും ഈ ആഡംബര വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കോസ്റ്റൽ ബ്ലൂ, ബ്ലേസിംഗ് റെഡ് തുടങ്ങിയ 9 വ്യത്യസ്ത നിറങ്ങളിലാണ് വാഹനം ലഭ്യമാകുന്നത്. സ്റ്റാൻഡേർഡ്, പ്രോ, മാക്സ് എന്നിങ്ങനെ 3 വേരിയന്റുകളിലാണ് ഷവോമി SU7 ലഭ്യമാവുക. ചൈനീസ് വിപണിയിൽ ഇവയുടെ വില ഏകദേശം 30 ലക്ഷം രൂപ മുതൽ 41 ലക്ഷം രൂപ വരെയാണ് നിലവിൽ കണക്കാക്കുന്നത്. ചൈനയിൽ മാത്രമാണ് ഇപ്പോൾ പ്രീ ഓർഡറുകൾ എടുത്തു തുടങ്ങിയിട്ടുള്ളത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ആഗോള വിപണികളിലെ വിൽപ്പനയെക്കുറിച്ച് കമ്പനി ഇതുവരെ അറിയിച്ചിട്ടില്ല.